നമസ്കാരം. ഗ്രാമീണ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് UDF. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ഇടപ്പള്ളിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് തളിക്കുളം സ്വദേശി മരിച്ചു. ഇന്നത്തെ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ CPM സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത UDF വിജയം നേടിയപ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സഹഭാരവാഹികളും രാജിവെക്കണമെന്നാണ് UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി തൃപ്പയാൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. ജനാധിപത്യത്തെ CPM മാനിക്കണം. ഭൂരിപക്ഷത്തെ എത്ര നാൾ CPM ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ സാധിക്കും? 14-അംഗ ഭരണസമിതിയിൽ UDFന് 6ഉം LDFന് 5ഉം അംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ടും CPM അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും രാഷ്ട്രീയ മാന്യതയ്ക്കും ചേർന്നതല്ലെന്ന് UDF ചൂണ്ടിക്കാട്ടി. നിലവിലെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് CPM ഭരണസമിതിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 14-അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇപ്പോൾ 6 അംഗങ്ങൾ UDFന്റേതാണ്. 5 അംഗങ്ങൾ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായുള്ളൂ. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റും സഹഭാരവാഹികളും അടിയന്തരമായി രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രാഷ്ട്രീയ മാന്യതയും രാഷ്ട്രീയ ധാർമ്മികതയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ലവലേശമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ CPM തയ്യാറാണ്. BJP പിന്തുണയോടെ ഭരണം തുടരാനാണ് CPM തീരുമാനമെങ്കിൽ CPM അത് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകണമെന്നും UDF ആവശ്യപ്പെട്ടു. BJP പിന്തുണയോടുകൂടി മാത്രമേ CPMനെ അധികാരത്തിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് തുറന്നു പറയാൻ CPM പാർട്ടി തയ്യാറാകണം. രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടങ്ങുമെന്നും ഇതിന് തുടക്കം കുറിച്ച് ഡിസംബർ 19 രാവിലെ നാട്ടിക പഞ്ചായത്തിലേക്ക് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തും. ഡിസംബർ 23 9ാം വാർഡിൽ വിജയിച്ച P. വിനുവിനെ സ്വീകരണം MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് തൃപ്പയാർ സെന്ററിൽ ജനകീയ വിചാരണയും നടക്കുമെന്നും UDF പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ്, കൺവീനർ KA കബീർ, DCC ഭാരവാഹികളായ അനിൽ പുളിക്കൽ, VR വിജയൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ചേർന്ന് സംഘടിപ്പിച്ച ബ്ലോക്ക് തല കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു സുരേഷ്, സജിത PI, ശാന്തി ബാസി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി നിമിഷ അജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB സുരേഷ്, മെമ്പർമാരായ ജൂബി പ്രദീപ്, കല ടീച്ചർ KB സൂദ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, ബഗീഷ് പൂരാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CR ഷൈൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി VS ഋജികുമാർ, ജോയിന്റ് BDO KK ലത, ചാർജ് ഓഫീസർ KO ലില്ലി, യൂത്ത് കോർഡിനേറ്റർ അമൽ T. പ്രേമൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചെയ്തു. 307 പോയിന്റോടെ ഓവറോൾ ട്രോഫി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി. റണ്ണേഴ്സ് അപ്പ് ട്രോഫി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തും കരസ്ഥമാക്കി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ക്ലബ്ബുകളിലെ മത്സരാർത്ഥികൾ, ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 200ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. മത്സരിക്കാനുള്ള ഒരു അവസരം കണ്ടിരിക്കുകയാണ് കേരളോത്സവത്തെ രൂപപ്പെടുത്തിയത്. പഞ്ചായത്ത് തലം മുതൽ ബ്ലോക്ക് തലം കഴിഞ്ഞാൽ ജില്ലാ കേരളോത്സവം, സംസ്ഥാന കേരളോത്സവം, അത് കഴിഞ്ഞാൽ പിന്നീട് ദേശീയ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ
നമുക്ക് അവസരമുണ്ട്. ആ കഴിവ് തെളിയിക്കേണ്ട അവസരമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പഠനകാലത്ത് നല്ല കലാകാരന്മാർക്കും കലാകാരികൾക്കും അവസരങ്ങളുണ്ട്, വേദികളുണ്ട്. എന്നാൽ പഠനത്തിൽ പുറകിൽ നിൽക്കുന്ന കലാകായിക താരങ്ങൾ അവരുടെ സർഗവാസന അസ്തമിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഘട്ടത്തിലാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു സമീപനം കൈക്കൊണ്ടത്. ബൈക്കുകൾ കൂട്ടിയിടിച്ച് തളിക്കുളം സ്വദേശി മരിച്ചു. കലാഞ്ഞി കുറുപ്പൻ വീട്ടിൽ ലക്ഷ്മണന്റെ മകൻ ബിനുവാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ എറണാകുളം ഇടപ്പള്ളി കുന്നുംപുറം പാലത്തിന് സമീപത്ത് വെച്ചാണ് 3 ബൈക്കുകൾ കൂട്ടിയിടിച്ചത്. അപകടത്തിനിടയാക്കിയ വാഹനങ്ങൾ നിർത്താതെ പോയതായി പറയുന്നു. പരിക്കേറ്റ ബിനുവിനെ നാട്ടുകാർ ഇടപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജോലി സംബന്ധമായ ആവശ്യത്തിനാണ് ബിനു ഇടപ്പള്ളിയിൽ എത്തിയത്. റിട്ടയേർഡ് ICDS സൂപ്പർവൈസർ പ്രേമയാണ് അമ്മ. സഹോദരിമാർ അനു, ഷീനു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിന്റെ 18ാം ദിവസം സംഗീത നൃത്ത സാന്ദ്രമായി. സംഗീത മണ്ഡപത്തിൽ ആർദ്ര രാജേന്ദ്രായുടെ സംഗീത കച്ചേരി, അരുണൻ തടത്തിലിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി, അളകനന്ദ പട്ടാമ്പി, മഹാദേവ് S. നായർ, പാർവതി, അരുൺ, മോഹൻ തിരുവനന്തപുരം, കുമാരി ബാംഗ്ലൂർ, അക്ഷത കല്യാൺ എന്നിവരുടെ ഭരതനാട്യ കച്ചേരി, ഐരണീശ്വരം വൈദേഹി സുരേഷിന്റെ അഷ്ടപതി സംഗീതം, എറവ് ശിവപാദം, പൂങ്കുന്നം ശിവാഞ്ജലി എന്നീ ടീമുകളുടെ തിരുവാതിരക്കളി എന്നിവ നടന്നു. എറണാകുളം സതീഷ് വർമ്മ വയലിനിലും തൃപ്പൂണിത്തുറ രാജനാരായണൻ മൃദംഗത്തിലും ഇരിഞ്ഞാലക്കുട മുരളീധരൻ ഗഞ്ചിറയിലും പക്കമേളം വായിച്ചു. കഴിമ്പ്രം SN സെന്റർ ദേശവിളക്ക് മഹോത്സവം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകുന്നേരം എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വിവിധ താളവാദ്യമേളങ്ങളോടുകൂടി താലപ്പൊലിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് SN സെന്ററിൽ എത്തിച്ചേരും. തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, പറനിറയ്ക്കൽ, കാണിക്ക സമർപ്പണം, ചിന്തുപാട്ട്, ശാസ്താംപാട്ട്, അന്നദാനം എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് MN സുരേഷ്, സെക്രട്ടറി KR കണ്ണൻ, ട്രഷറർ അഭിനന്ദ് ആലപ്പാട്ട്, കോർഡിനേറ്റർ സോമൻ കോഴിശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ ദേശത്ത് ഒരു അയ്യപ്പൻ വിളക്ക് നടത്തുകയാണ്. അയ്യപ്പസ്വാമിയുടെ കരുണ കൊണ്ട് ഈ മാസം 21 ശനിയാഴ്ച കഴിമ്പ്രം SN സെന്ററിൽ ദേശവിളക്ക് മഹോത്സവം നടക്കുന്ന കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുക. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.
അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. പിണക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ മറന്നിട്ടില്ലേ? പിന്നല്ല. ഇത് മാത്രം പോരാ, വേറെ ഗിഫ്റ്റും കൂടി വേണം. അയ്യോ, സൂക്ഷിച്ച് നോക്കി കഴിക്ക്. മൂക്കുത്തിയോ? കൊള്ളാലോ. നീ സാരി ഉടുക്കുമ്പോ തിട്ടാ സെറ്റാ. അപ്പൊ ചുരിദാർ ഇടുമ്പോഴോ? അതിനല്ലേ ഇത്. എന്നാ പിന്നെ ഡെയിലി മാറ്റി മാറ്റിയിട്ട് 5-6 മേടിച്ചുകൂടായിരുന്നോ? അതിനല്ലേ ഇത്. പിന്നെ നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി മേടിച്ചോ? നമ്മുടെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ മൂക്കുത്തി ഫെസ്റ്റ് നടക്കുക. അവിടെ നല്ല കിടില മൂക്കുത്തി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ആ പിന്നെ ആന്റിക് ചെട്ടിനാട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കല്യാണ പാർട്ടികൾക്ക് 10% അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സ്കീമും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ ഈറൻ ബൊണാൻസ ആയതുകൊണ്ട് മൂക്കുത്തി വാങ്ങിച്ചാൽ വേദന ഇല്ലാതെ കുത്തി തരും, അതും ഫ്രീ ആയിട്ട്. എന്നാ നീ ഒരെണ്ണം കുത്ത്, നമുക്ക് മറ്റേ കപ്പിൾ ടാറ്റോ കടിക്കുന്ന പോലെ കപ്പിൾ മൂക്കുത്തി ഉണ്ടാക്കാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. വർഷാവസാന ഷോപ്പിംഗ് ആഘോഷമാക്കാം ഇഷാരയ്ക്കൊപ്പം. വീണ്ടും വാർത്തകളിലേക്ക്. ഇടശ്ശേരിയിലെ കലാകായിക ജീവകാരുണ്യ സാംസ്കാരിക രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഗാലക്സി അവാർഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മേളയിൽ മികച്ച പോയിന്റോടുകൂടി 2ാം സ്ഥാനം നേടിയ ക്ലബ്ബ് അംഗങ്ങൾക്ക് ചടങ്ങിൽ ആദരവ് നൽകി. മുതിർന്ന ക്ലബ്ബ് മെമ്പർമാർ ചേർന്ന് പതാക ഉയർത്തുകയും വിളംബര ജാഥ നടത്തുകയും ചെയ്തു. തുടർന്ന് ക്ലബ്ബ് അംഗങ്ങളുടെ കായിക മത്സരങ്ങൾ നടന്നു. വൈകിട്ട് നടന്ന അവാർഡ് ദാന ചടങ്ങ് തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ എല്ലാവിധ സഹായങ്ങളും അത്തരത്തിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്കൊരു നമ്മുടെ മഹാനായ നാട്ടികമണപ്പുറത്തെ ഇന്ത്യയുടെ കലാകാരനായ രാമകാര്യത്തിൻ്റെ വിജയമോട് പറഞ്ഞതിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു മത്സരങ്ങൾ, ക്ലബിൽ തന്നെ മത്സരങ്ങൾ നടത്തി അതിൽ നല്ല ടാലൻ്റുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ മേൽ മത്സരങ്ങളിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള ശ്രദ്ധ നൗഷാദ് അടക്കമുള്ള ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ നടത്തണം. ക്ലബ് പ്രസിഡന്റ് ഷിഹാബ് ലാല അധ്യക്ഷനായി. വാടാനപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ BS ബിനു മുഖ്യാതിഥിയായി. പഞ്ചായത്ത് മെമ്പർമാരായ ബുഷ്റ നാസർ സിംഗ് വാലത്ത്, വിനയ് പ്രസാദ്, സുമന ജോഷി, ക്ലബ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അമീർ ഹംസ, നജ്മുദ്ദീൻ ഫിറോസ്, ക്ലബ് വുമൺ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അജിത താജുദ്ദീൻ, സബിത രഞ്ജിത്ത്, മുനീർ ഇടശ്ശേരി, ഷമീർ മുഹമ്മദ് അലി, ജലാൽ ലാല, അമൻ, ഷാഹിർ നാലകത്ത് എന്നിവർ സംസാരിച്ചു.
CPM നാട്ടിക ഏരിയ സമ്മേളനം 18, 19, 20 തീയതികളിൽ കയ്പമംഗലത്ത് നടക്കും. 11 ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 180 പ്രതിനിധികൾ പങ്കെടുക്കും. ബുധനാഴ്ച രാവിലെ 10 ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്യും. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV അബ്ദുൽ ഖാദർ, മുരളി പെരുന്നെല്ലി MLA, PK ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുക്കും. 20 വൈകിട്ട് 4 കയ്പമംഗലം 12 ഗ്രാൻഡ് ഓഡിറ്റോറിയം പരിസരത്ത് നിന്ന് ബഹുജന റാലിയും ചുവപ്പ് സേനാ മാർച്ചും ആരംഭിക്കും. തുടർന്ന് പൊതുസമ്മേളനം 3 പീടിക ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്യും. CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മത്സ്യമേഖല സെമിനാർ നടത്തി. കമ്പനിക്കടവ് കടപ്പുറത്ത് നടന്ന സെമിനാർ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CATU സംസ്ഥാന സെക്രട്ടറി C ഷാംജി ഉദ്ഘാടനം ചെയ്തു. പക്ഷെ മത്സ്യത്തൊഴിലാളി രക്ഷപ്പെട്ടോ? ഇതാണ് ആ വിശ്വാസത്തിനിടയിൽ നിന്ന് വരുന്ന ചോദ്യം. ഇനി മീൻപിടുത്തക്കാരൻ രക്ഷപ്പെടുമോ? 1 രക്ഷപ്പെട്ടോ, 2 രക്ഷപ്പെടും. കടല് ചതിച്ചതല്ലെങ്കിൽ പിന്നെ ചതിച്ചതാര്? ഇനി ചതിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് പ്രതിവിധിയായിട്ടുള്ളത്? ശാസ്ത്ര സാങ്കേതിക രംഗം ഒരുപാട് വളർന്നു. നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4 കഴിഞ്ഞു, 5ലേക്ക് വന്നു. ഇപ്പോൾ AI-യുടെ കാലമാണ്. ഈ മെത്തേഡ് എല്ലാം ഈ കടലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ, അല്ല നമ്മുടെ സംഘടനയുടെ അഭിപ്രായത്തിൽ, കടലിനകത്ത് കൊണ്ടുവന്ന നയങ്ങളാണ് നമ്മളെ ഈ പട്ടിണിക്കാരാക്കി മാറ്റി. KM വിജയൻ അധ്യക്ഷനായി. അടിസ്ഥാന സൗകര്യ വികസനം മത്സ്യമേഖലയിൽ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഡോക്ടർ ബൈജു വിഷയാവതരണം നടത്തി. ഷീല രാജ്കമൽ, IK വിഷ്ണുദാസ്, VV അനിത, PA രാംദാസ്, BS ശക്തിധരൻ, NK സുരേഷ്, BS ജോത്സിന, PS ഷജിത്ത്, PD ലോഹിതാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ചു. സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികൾ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ ജയപ്രകാശ് ചക്കാമഠത്തിൽ അധ്യക്ഷനായി. പ്രീതി കൈത്താൻ സ്പോൺസർ ചെയ്ത കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്കുള്ള സഹായം ക്ലബ്ബ് പ്രസിഡന്റും സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറും ചേർന്ന് സാന്ത്വനം മാനേജിംഗ് ട്രസ്റ്റി MP ഷാജിക്ക് നൽകി. തുടർന്ന് ക്ലോത്ത് ബാങ്ക് പ്രോജക്ടിന്റെ ഭാഗമായി വസ്ത്രങ്ങൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരംഭത്തും സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യരും ചേർന്ന് കൈമാറി. റീജിയൻ ചെയർപേഴ്സൺ MC മദനകുമാർ, ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ്, സാന്ത്വനം ട്രഷറർ TG സുധാകരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. ക്ലബ്ബ് സെക്രട്ടറി KK മദനൻ, മെമ്പർമാരായ PV ഹരിദാസ്, മോഹൻ റോയ്, സുഭാഷ് ചന്ദ്രൻ, OM ബിജു എന്നിവർ നേതൃത്വം നൽകി. തലയിലൊരു സാധനം വെച്ചിരിക്കണ്ട, അതിലെന്താണ് ആരുടേത്? അതാരയാ? പാപ്പട അല്ലേ? ഓക്കെ ഉണ്ടോ? അപ്പൊ അവർക്ക് സന്തോഷമായി ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോ. നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം, മനസ്സിലായില്ലേ? അപ്പൊ സന്തോഷം, നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ് എല്ലാ ദിവസവും നമുക്ക് ഓരോരോ കാരണങ്ങൾ കൊണ്ട് സന്തോഷിക്കാൻ പറ്റണം. നമുക്ക് സങ്കടം, ജീവിതത്തിൽ സങ്കടം എന്ന് പറഞ്ഞ സാധനം വരാൻ പാടില്ല. വിഷമങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ സങ്കടം നമുക്കില്ലാതെ കഴിയുന്നത്ര സന്തോഷിക്കാൻ. സങ്കടം ഇല്ലാതെ ഒന്നാവില്ല, സങ്കടമൊക്കെ ചെറുതായിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ ഒന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ വേദനിക്കും. അപ്പോൾ ചിലപ്പോൾ കയ്യൊന്ന് തട്ടിക്കഴിഞ്ഞാൽ അവിടെ വേദനിക്കും. അപ്പോഴൊക്കെ നമുക്ക് സങ്കടം വരും. സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ആ സങ്കടത്തെക്കാൾ കൂടുതൽ സന്തോഷത്തോടെ ഈ മുന്നിലിരിക്കുന്ന സാധനം. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. നാട്ടിക മൃഗാശുപത്രിയിൽ നടന്ന മുട്ടക്കോഴി വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്തു. ഓരോ ഗുണഭോക്താവിനും 5 മുട്ടക്കോഴികളെ വീതം വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ നിഖിത P രാധാകൃഷ്ണൻ, റസീന, ഖാലിദ്, P ബിനു, KR ദാസൻ എന്നിവർ പങ്കെടുത്തു. 100 പേർക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഫണ്ടിൻ്റെ റിവിഷനൊക്കെ വരുമ്പോൾ ഫണ്ടിൻ്റെ
ലഭ്യതയ്ക്കനുസരിച്ച് നമ്മൾ ബാക്കി അഡീഷണൽ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാനായിട്ട് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കോഴീനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ കോഴിക്കുഞ്ഞിനെ വീട്ടിലെത്തുമ്പോഴേക്കും കോഴികൾ ചത്തു എന്നുള്ളൊരു കാര്യമൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നല്ല കോഴികളെ നമ്മൾ ഗുണഭോക്താക്കൾക്ക് കൊടുക്കുമ്പോൾ പഞ്ചായത്ത് ഒരു ഫണ്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് ഒരു സ്കീം നടത്തുമ്പോൾ അത് നല്ല രീതിയിൽ നടത്തണം. അത് അവർക്ക് ഉപകാരമുള്ളതും അതുപോലെ തന്നെ പഞ്ചായത്തിന് മോശമായ ഒരു അഭിപ്രായം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ ഈ പദ്ധതി നല്ല രീതിയിൽ തന്നെ വയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. മണലൂർ NSS കരയോഗത്തിന്റെ പുതിയ മന്ദിരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് A. സുരേശൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് രാധാകൃഷ്ണൻ പട്ടിയിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി K. രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി വിശ്വനാഥൻ മേനോത്ത്, വൈസ് പ്രസിഡന്റ് മോഹൻദാസ് വെള്ളാട്ട്, അന്തിക്കാട് കരയോഗം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നെച്ചിക്കോട്ട്, എറവ് കരയോഗം പ്രസിഡന്റ് മോഹനൻ പൂവശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് UDF. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ഇടപ്പള്ളിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് തളിക്കുളം സ്വദേശി മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.